അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സോഷ്യോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ തിയറീസ് ഓൺ സെക്സ് റോൾസ് എന്ന ചാപ്റ്റർ വളരെ കുറച്ച് ഒറ്റ തിയറി മാത്രമേ നോക്കണുള്ളൂ, സമയം അത്രേ ഉള്ളൂ. ഓക്കെ, 3 ഡിഫറൻസസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. ആണും പെണ്ണും തമ്മിലുള്ള 3 ഡിഫറൻസസുകൾ പറയുന്നുണ്ട്. അതായത് ഒന്ന് അനോട്ടമിക്കൽ ഡിഫറൻസസ് ആണ്, ശരീരഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ജനറ്റിക്കൽ, ഹോർമോണൽ, അതൊക്കെ നമ്മൾ വിശാലമായിട്ട് പറയും. ഈ ബയോളജിക്കൽ തിയറീസിൽ അതിൽ ഒരു തിയറി പറയുന്നത് ലേണൽ ടൈഗർ റോബിൻ ഫോക്സ് ദ ഹ്യൂമൻ ബയോഗ്രാമർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ തിയറി, അത് മാത്രമേ നമുക്കിന്ന് നോക്കാനുള്ള സാഹചര്യമുള്ളൂ. ഓക്കെ, അതിൽ ബയോഗ്രാമർ എന്നൊരു പ്രയോഗമുണ്ട്, അത് ശരിക്കും ശ്രദ്ധിക്കുക. എന്താണ് ബയോഗ്രാമർ? മീൻസ് ജനറ്റിക്കലി ബേസ്ഡ് പ്രോഗ്രാം വിച്ച് പ്രീഡിസ്പോസ് മാൻകൈൻഡ് ടു ബിഹേവ് ഇൻ എ സർട്ടൻ വേ. അല്ലേ, വളരെ ജനിതകമായിട്ട് പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഘടന അനുസരിച്ച് തന്നെ ഒരു സർട്ടൻ വേൽ ആണായാൽ ഇങ്ങനെ ഒരു വഴി, പെണ്ണാണെങ്കിൽ ഇങ്ങനെ ഒരു വഴി, അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുള്ളൂ എന്ന ഒരു പ്രീഡിസ്പോസ് ഇതല്ല, അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെടും. അപ്പോൾ ആണാണെങ്കിൽ ശേഷം പറയുന്നത് ഹണ്ടിങ്, പിന്നെ ഫിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. പെണ്ണാണെങ്കിൽ കെയർ ആൻഡ് ലവിങ്. അപ്പോൾ ഇന്ന ഒരു സർട്ടൈൻ വേയിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു തരം പിന്നെ ബേസ്ഡ് പ്രോഗ്രാമാണ് വിച്ച് പ്രീ ഡിസ്പോസ് മാൻകൈൻഡ് ടു ബിഹേവ് ഇൻ എ സർട്ടൈൻ. അപ്പോൾ ആണാണ് ഇങ്ങനെ പോകണം, പെണ്ണാണ് ഇങ്ങനെ പോകണം എന്ന് പറയുന്ന പ്രീ ഡിസ്പോസ് ആയിട്ടുള്ള ഒരു ബിഹേവ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നതാണത്. അതായത് മെൻ എന്ന് പറയുന്നത് ആണാണെങ്കിൽ അഗ്രസീവ് ആയിരിക്കും, കൂടുതൽ ആക്രമണോത്സുകതയുള്ള ആൻഡ് ഡൊമിനൻറ്റ്, ആധിപത്യം സ്ഥാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും. വുമൺ കെയറിങ് ആൻഡ് ലവിങ്, പെണ്ണാണെങ്കിലോ അവളെ സ്നേഹിക്കുക, പിന്നെ അവൾ കെയർ ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ ആണാണെങ്കിൽ ഈ റൂട്ടിലാണ്. ആണാണെങ്കിൽ അവൻ ഹണ്ടിങ് പോലെയുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് വളരെ അഗ്രസീവും ഡൊമിനൻറ്റ് പ്രകൃതമായിരിക്കും ഉണ്ടാവുക. പെണ്ണാണെങ്കിൽ അതാണ് അവരുടെ പിന്നെ ബയോഗ്രാമർ എന്നതുകൊണ്ടുള്ളത്. അപ്പോൾ ജനറ്റിക്കലി ലഭിക്കുന്ന ഒരു സവിശേഷതയാണ് അത് എന്നർത്ഥം. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഹോർമോണൽ ഡിഫറൻസസ്. ഇങ്ങനെ സംഭവിക്കുന്നത് പെണ്ണിന് ഈ ഒരു അർത്ഥത്തിൽ പിന്നെ ഇടപഴകാനും മറ്റും സാധിക്കണം, ആണിന് ഇങ്ങനെ ഇടപഴകാനും സാധിക്കുന്നത് ആ ഒരു ഹോർമോണൽ ഡിഫറൻസസ് ഉള്ളത് കൊണ്ടാണ്, ഹോർമോണിൻ്റെ മാറ്റമുള്ളത് കൊണ്ടാണ്. Then they are engaged. Then men are engaged in hunting, fishing, gathering food. So they monopolize the position of power. അല്ലേ, അപ്പോൾ ആണാണെങ്കിൽ ആണെന്താവും പിന്നെ ഹണ്ടിങ് ആയിരിക്കും, ഫിഷിങ് ആയിരിക്കും, പിന്നെ അവർക്ക് ഗാദറിങ് ഫുഡ് ഫാമിലിക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആണിൻ്റെ പരിപാടി. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊസിഷൻ ഓഫ് പവർ, അധികാരലബ്ധി ആണുങ്ങൾക്കായിരിക്കും ലഭിക്കുക എന്നർത്ഥം. വുമൺ ആർ പ്രോഗ്രാംഡ് ബൈ ദെയർ ബയോഗ്രാമർ ടു റീപ്രൊഡ്യൂസ്. അല്ലേ, സ്ത്രീകളുടെ ബയോഗ്രാമർ പ്രകാരം സ്ത്രീകൾ എന്തായിരിക്കും? റീപ്രൊഡ്യൂസ്, പിന്നെ പ്രത്യുൽപാദന പ്രക്രിയയിൽ, ആൻഡ് കെയർ ഫോർ ചിൽഡ്രൻ, കുട്ടികളെ പിന്നെ പ്രസവിക്കുക, കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുക എന്ന കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ ബയോഗ്രാമർ അതാണ് എന്നാണ് പറയുന്നത്. ദീസ് ക്യാരക്ടേഴ്സ് ആർ ജനറ്റിക്കലി ബേസ്ഡ് ഇൻ പർട്ടിക്കുലർ. ദേ റിസൾട്ട് ഫ്രം ഡിഫറൻസസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഹോർമോൺസ്. അല്ലേ, ഈ ഒരു ജനറ്റിക്കലി ഇങ്ങനൊരു വൈവിധ്യം അല്ലെങ്കിൽ വ്യത്യസ്തത വരാൻ കാരണം ഹോർമോണിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഹോർമോണുകൾ തമ്മിൽ മാറ്റം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ദസ് ഡിഫറൻസസ് ആർ ഡ്യൂ ടു പാർട്ട്ലി ടു ജനറ്റിക് ഇൻഹെറിറ്റൻസ് ഫ്രം മെൻസ് പ്രിമൈറ്റ് ആൻസസ്റ്റേഴ്സില. അപ്പോൾ മനുഷ്യൻ അത് പൂർവികരിൽ നിന്ന് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ ഹണ്ടിങ് മുൻകാല ആളുകൾ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് പിന്നെ ശേഷമുള്ള ആളുകളും അത് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പൂർവികരിൽ നിന്നും ഇൻഹെറിറ്റൻസ് ആയിട്ട് അനന്തരമായിട്ട് ലഭിച്ച ഇതും കൂടിയാണ് ഇങ്ങനെ ഈ അർത്ഥത്തിൽ മനുഷ്യന്മാർ ബിഹേവ് ചെയ്യാനുള്ള ഒരു കാരണം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ആണിങ്ങനെ ഹണ്ടിങ്ങിലും മറ്റൊക്കെ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണ്? ഇതും കൂടിയാണ് എന്നർത്ഥം. ഓക്കെ, സൊഫാൻ വിളിക്കണ്ടേ. സൊഫാനെ ഞാനിപ്പോൾ നിർത്തട്ടാ, നിനക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ബൈ കമ്പാരിസൺ വുമൺ ആർ പ്രോഗ്രാംഡ് ബൈ ദെയർ ബയോഗ്രാമർ ടു റീപ്രൊഡ്യൂസ് ആൻഡ് കെയർ ചിൽഡ്രൻ. അല്ലേ, അപ്പോൾ ആണുങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ബയോഗ്രാമർ എന്തായിരിക്കും? അവരുടെ പിന്നെ പ്രോഗ്രാം ചെയ്യപ്പെട്ടത് അവരെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആൻഡ് കെയർ ചിൽഡ്രൻ, കുട്ടികളെ പിന്നെ സംരക്ഷിക്കുക എന്നതൊക്കെയാണ് അവരുടെ പണി. ടൈഗർ ആൻഡ് ഫോക്സ് ആർഗ്യൂ ദാറ്റ് ദ ബേസിക് ഫാമിലി യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് മദർ ആൻഡ് ചൈൽഡ്. ടൈഗറും ഫോക്സും ആർഗ്യൂ ചെയ്യുന്ന പ്രകാരം ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അതിൽ മദറും ഉണ്ടാവും, കുട്ടിയും ഉണ്ടാവും, മകനും ഉമ്മയുള്ളതാണ്.
ഇൻ their words, nature intended mother and child to be together. പ്രകൃതി പറയുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യനും ഒരു ഉമ്മയും ഒരു മകനും ഒരുമിച്ചുണ്ടാവണം എന്നുള്ളതാണ് ഒരു പ്രകൃതി എന്നാണ് അവർ പറയുന്നത്. അതാണ് സ്ത്രീയുടെ ബയോഗ്രാമർ. ആ ബയോഗ്രാമർ കെയറിങ് ആൻഡ് റീപ്രൊഡ്യൂസർ. അപ്പോൾ അവർ രണ്ടും ഒരുമിച്ചുണ്ടാവുക എന്നതാണ് പ്രകൃതി. ദ മദർ ടോട്ടലി എസെൻഷ്യൽ ടു ദി വെൽ ബീയിങ് ഓഫ് ദി ചൈൽഡ്, അല്ലേ? അപ്പോൾ കുട്ടിയുടെ നന്മക്ക്, കുട്ടിയുടെ പുരോഗതിക്ക്, എല്ലാത്തിനും കാരണക്കാരിയായി നിലകൊള്ളേണ്ടത് അമ്മയാണ് എന്നർത്ഥം. Tiger and Fox argue that male and female biogrammar are adapted to a sexual division of labor in a hunting society, അല്ലേ? അപ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും ബയോഗ്രാമർ സ്വാഭാവികമായിട്ടും ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ, പിന്നെ അതായത് തൊഴിൽ വിഭജനം എന്തായിട്ടുണ്ട്, സാധ്യമാക്കി. അപ്പോൾ ആണാണെങ്കിൽ ഇന്ന ജോലികൾ ചെയ്യുക, പെണ്ണാണെങ്കിൽ ഇന്ന ജോലികൾ ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ട് അവർക്കിടയിൽ തൊഴിൽ വിഭജനം പിന്നെ ഇത് മുഖാന്തരം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ അല്ലേ? മെയിൽ മൂപ്പർ ആർഗ്യൂ, ടൈഗർ ആൻഡ് ഫോക്സ് അവരാണ് തിയറി പിന്നെ കൊണ്ടുവന്നത്. അവർ പറയുകയാണെന്ത്, മെയിൽ ആൻഡ് ഫീമെയിൽ ബയോഗ്രാമർ ആർ അഡാപ്റ്റ് ടു എ സെക്സ്വൽ ഡിവിഷൻ ഓഫ് ലേബർ ഇൻ എ ഹണ്ടിങ് സൊസൈറ്റി. സെക്സ്വൽ ഡിവിഷൻ ഓഫ് ലേബർ ഈ ഒരു ബയോഗ്രാമർ വഴിയാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. ദിസ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്രോഗ്രാമേഴ്സ് ഓഫ് ഹണ്ടിങ് എക്സിസ്റ്റൻസ് കണ്ടിന്യൂ ടു മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, അല്ലേ? ഈ ഒരു പിന്നെ ആണിൻ്റെയും പെണ്ണിൻ്റെയും ബയോഗ്രാമർ, ആണിൻ്റെ നമ്മൾ പറഞ്ഞു കുറച്ചുകൂടെ ഡൊമിനൻസ് ആണ്, പെണ്ണിൻ്റെ കുറച്ചുകൂടെ കെയറിങ് ആണ്. ഈ ഒരു ബയോഗ്രാമർ നമ്മുടെ ഈ ഒരു ഹണ്ടിങ് ആ ഒരു പിന്നെ സംഭവം നമ്മുടെ ഈ ഒരു ആധുനികമായിട്ടുള്ള വ്യാവസായിക സമൂഹത്തിൽ വരെ ഈ സംഭവം നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫ്രം ദീസ് ഫോളോസ് ദാറ്റ് അറ്റംപ്റ്റ് ടു abolish gender roles and റീപ്ലേസ് ദം യൂണിസെക്സ് റോൾസ്, അല്ലേ? അപ്പോൾ ഈ ഒരു സൊസൈറ്റി ആകുന്നതുകൊണ്ട് ജെൻഡർ റോൾ എന്നത് മാറിയിട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് യൂണിസെക്സ്, അതായത് ഒരേ ജോലികൾ ആണിനും പെണ്ണിനും ഒരുപോലെ ചെയ്യാൻ കഴിയും എന്നൊരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഹൗവർ ഡിസൈറബിൾ ദിസ് മേ ബി വിൽ ഗോ അഗെയിൻസ്റ്റ് നാച്ചർ. അത് അവരുടെ പ്രകൃതത്തിന് വിരുദ്ധമാണെങ്കിലും, അതായത് ഇങ്ങനെ പുരുഷൻ്റെ ജോലി സ്ത്രീയുടെ ജോലി പുരുഷൻ എന്ന് ചെയ്യുന്ന സമയത്ത് അത് അവരുടെ പ്രകൃതത്തിന് വിരുദ്ധമാണെങ്കിലും ഇങ്ങനെ ചെറിയ അളവിനെങ്കിലും ആധുനികമായിട്ടുള്ള വ്യാവസായികമായിട്ടുള്ള രാജ്യത്ത് ഇങ്ങനെയെങ്കിലും റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് ഇത്രയാണ് നോക്കുന്നത്. ഇപ്പോൾ ഇന്ന് പ്രിൻസിപ്പൾ വന്നിട്ടുണ്ട്, കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് കിട്ടിയ ഗ്യാപ്പിൽ വന്ന് ക്ലാസ് എടുത്താണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.